നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാദാപുരത്ത് യു.ഡി.എഫ് സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുന്നതിനിടെ നാദാപുരത്ത് നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷമായി. ഇറക്കുമതി സ്ഥാനാർത്ഥികൾ വേണ്ട, നാടിനെറിയുന്ന നാട്ടുകാരൻ മതി എന്ന മുദ്രാവാക്യമുയർത്തി നാദാപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. സേവ് കോൺഗ്രസ്, സേവ് യു.ഡി.എഫ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിന് നഷ്ടപ്പെട്ട നാദാപുരം ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു യു.ഡി.എഫ് നേതൃത്വം. നേതാക്കളുടെ പരസ്യ പ്രതികരണം ജയസാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രവർത്തകർ. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരാണ് ആദ്യം ഉയർന്നു കേട്ടത്. മുല്ലപ്പള്ളിക്കെതിരെ പോസ്റ്ററുകൾ വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് കെ.എം. അഭിജിത്തിന്റെ പേരും മുല്ലപ്പള്ളിക്കൊപ്പം തന്നെ ഉയർന്നിരുന്നു. മലബാറിലെ ജാതി സമവാക്യങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ മുല്ലപ്പള്ളിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു. മലബാറിലെ എത്തിയ സമുദായത്തെ കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുകയാണെന്ന് SNDP യോഗം ഉൾപ്പെടെയുള്ള പിന്നോക്ക സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. പ്രാദേശിക നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോഹനൻ പാറക്കടവ്, UDF നാദാപുരം മണ്ഡലം കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് S. സജീവൻ എന്നിവരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പ്രാദേശിക പരിഗണനയും വനിതാ പ്രാതിനിധ്യവും പരിഗണിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് അഖില മലയാട്ടിനെയും പരിഗണിച്ചേക്കാം. നാദാപുരത്ത് ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട എന്ന രീതിയിൽ വലിയൊരു പോസ്റ്റർ പ്രചരണം നടക്കുന്നുണ്ട്. പൊതുവെ ജനങ്ങളുടെ അഭിപ്രായം ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട എന്ന് തന്നെയാണ്. അപ്പം അത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടുള്ളത്. അത് നേതൃത്വം ഗൗരവമായി കാണണം. ഇവിടെ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ വെച്ച് ഒരു ജനകീയ സർവേ തന്നെ നടത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഉള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഈ കോൺസ്റ്റിറ്റ്യുവൻസി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥിയെ ഇറക്കരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.